ഫുട്ബോൾ മാച്ചിലെ റഫറി ഈ രണ്ട് കളറുള്ള കാർഡുകൾ ഉയർത്തി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കാർഡുകൾ കണ്ടുപിടിച്ചതിന് പിന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് റെഗുലർ ആയിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1970 മുമ്പ് വരെ ഫുട്ബോൾ കളിയിൽ ഇതുപോലുള്ള കാർഡുകൾ യൂസ് ചെയ്തിട്ടില്ല. മാച്ചിൽ ഫൗൾ കാണിക്കുന്ന കളിക്കാരെ വാണിംഗ് കൊടുക്കാനും പറഞ്ഞു വിടാനും റെഫറിമാർക്ക് ഷൗട്ട് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അന്നത്തെ മാർഗം. 1966 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ഇംഗ്ലണ്ട്-അർജന്റീന ലോകകപ്പ് മാച്ചിനിടയിൽ റഫറിക്ക് അർജന്റീന ക്യാപ്റ്റനായ ആന്റോണിയോ റാറ്റിനെ തർക്കത്തിന്റെ പേരിൽ പുറത്താക്കേണ്ടി വന്നു. ആന്റോണിയോ റാറ്റിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് റഫറി എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഇത് ഇവർ തമ്മിലുള്ള തർക്കത്തിലേക്ക് വഴിതെളിച്ചു. ഇതുമൂലം മത്സരം ഡിലേ ആകുകയും കാണികളും കളിക്കാരും കൺഫ്യൂസ് ആയി നിൽക്കുകയും ചെയ്തു. ഈ സംഭവം മുൻ റഫറിയും ഫിഫ റഫറി കമ്മിറ്റി അംഗവുമായ കെൻ ആസ്റ്റന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ട്രാഫിക് ലൈറ്റ് ശ്രദ്ധിക്കുകയും എന്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഈ ഒരു കളർ വാർണിംഗ് സിസ്റ്റം ഫുട്ബോളിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പ്ലേയേഴ്സിനെ നിയന്ത്രിക്കാൻ മഞ്ഞയും ചുവപ്പും എന്ന കാർഡ് സിസ്റ്റം ഫുട്ബോളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മഞ്ഞ കളർ പ്ലെയറിനുള്ള വാർണിംഗും ചുവപ്പ് കളർ പ്ലെയറിന് കളി നിർത്തി പോകാനുള്ള അടയാളവുമായി മാറി. അങ്ങനെ 1970 വേൾഡ് കപ്പിൽ ആദ്യമായി ഈ കാർഡ് സിസ്റ്റം ഉപയോഗിച്ചു. അങ്ങനെ ഒരു തർക്കത്തിൽ നിന്നുണ്ടായതാണ് ഈ കാർഡുകളുടെ കഥ. ഇന്ന് ലോകത്തുള്ള പല ഗെയിംസും റഫറിമാർക്ക് നിയന്ത്രിക്കാൻ ഈ കാർഡ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലിലുള്ള മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.